ഞാനിതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പോയിന്റ് കൂടി പറയാം. ഇത് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 20/8/47 എൻ്റെ അച്ഛന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അയച്ചു കൊടുത്ത ഒരു ഗ്രീറ്റിംഗ് ആണ്. അത് അതിൽ ഒന്ന് വായിക്കുകയും ചെയ്യാം. പ്രിയ സുഹൃത്തെ, ഉണരുക ഉണരുക, സ്വതന്ത്ര സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു, എഴുന്നേറ്റാലും എഴുന്നേറ്റാലും എന്ന് തുടങ്ങിയിട്ടുള്ള സെന്റൻസ് ആണ് ഇതിലുള്ളത്. കൂടുതൽ ഞാൻ വായിക്കുന്നില്ല. അതേപോലെ ഇതിൽ ഒരുപാട് എഴുത്തുകൾ അച്ഛൻ്റെ മുതലുള്ള 1930, 40, 50, 60 വരെയുള്ള എഴുത്തുകൾ ഇതിനകത്തുണ്ട്. എളംപ്ലാശ്ശേരിയില് അന്ന് വന്നിരുന്ന പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. വഴി ഒലവക്കോടും സൗത്ത് മലബാറും ആയിരുന്നു അന്ന്. പിന്നീട് അത് വഴി തച്ചമ്പാറയായി, പിന്നെ വഴി കാരാകുർശിയായി, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അന്ന് എളംപ്ലാശ്ശേരിയുടെ വഴി ഒലവക്കോടും സൗത്ത് മലബാറും പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അത് ശരിയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, അവിടെ ഒരു ഇതുണ്ട്, വാച്ചുണ്ട്. ഇത് അച്ഛന് ഉപയോഗിച്ചിരുന്ന വാച്ചാണ്. വെസ്റ്റ് എൻഡ് കമ്പനിയുടെയാണ്. ഇതിനൊരു 80 വയസ്സ് എങ്ങനെയും ഉണ്ടാവും. ഇത് പോക്കറ്റ് വാച്ചാണ്. ഗാന്ധിജിയുടെ വാച്ച് പോലെയുള്ള വാച്ചാണ്. ഇതിന്റെ പ്രവർത്തനം ഇപ്പൊ നടക്കുന്നില്ല. അടുത്ത കാലം വരെ ഇത് നടന്നിരുന്നു. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് റെക്കോർഡുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതെല്ലാം കുറേ നഷ്ടമായി. ഹരിജൻ വീക്കിലികൾ, അച്ഛന് ഒരുപാട് ഹരിജൻ ബുക്ക് വീക്കിലികൾ വരുത്തുകയും അത് ബൈൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് എണ്ണുണ്ട്. ഇത് ഞാൻ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല വില കിട്ടും. പക്ഷെ അത് വളരെ നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് ഗാന്ധിജിയുടെ ഡയറിയാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം വരെയുള്ള ഡയറി ഒരു ബുക്കിലുണ്ട്. 1948 വരെയുള്ള ഡയറി ഇതിനകത്തുണ്ട്. അത് ഡൽഹി ഡയറി എന്നുള്ള പേരിലാണ്. പിന്നെ ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി, നെഹ്റുവിന്റെ ഓട്ടോബയോഗ്രഫി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കുറേയൊക്കെ ചതപ്പിടിച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതൊക്കെ നവജീവൻ പ്രസ് അവരാണ് എടുത്തിരുന്നത്. പിന്നെ ഇനി എൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. എൻ്റെ പേര് വിജയപ്രകാശ് MP. എൻ്റെ അമ്മയുടെ വീട്ടുപേരാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ, മുത്തുതൊടി പുത്തങ്കളം. അപ്പൊ എൻ്റെ പേര് തന്നെ വലിയൊരു പേരാണ്, വിജയപ്രകാശ് മുത്തുതൊടി പുത്തങ്കളം എന്നാണ് എൻ്റെ മുഴുവൻ പേര്. പക്ഷെ പിന്നീട് അത് MP ആക്കി ചുരുക്കി, അത്രയേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ് റെക്കോർഡിലൊക്കെ. പിന്നെ ഞാൻ വിദ്യാഭ്യാസം മുഴുവനും സ്കൂൾ വിദ്യാഭ്യാസം കാരാകുർശി ഹൈസ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം MES കോളേജിൽ വിദ്യാഭ്യാസം. പിന്നീട് അതിനുശേഷം PGക്ക് ഞാൻ പഠിച്ചു, പക്ഷെ കംപ്ലീറ്റ് ആക്കിയില്ല. അത് വിക്ടോറിയ കോളേജിൽ കുറച്ച് പഠിച്ചു. പിന്നെ ബി എഡിന് മാന്നാനം കോളേജിലാണ്, മാന്നാനം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ്. അത് കോട്ടയത്താണ്. അന്ന് കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു, അവിടെയാണ് BEd കഴിഞ്ഞത്. പിന്നീട് അതിനുശേഷം 1984 കുറച്ച് മുതൽ 1990 വരെ കുറച്ച് കാലം, 6 വർഷം ഞാൻ കല്ലടിക്കോട് UP സ്കൂളിൽ, അന്ന് കുഞ്ഞുണ്ണിക്കുറുപ്പായിരുന്നു മാനേജർ, അതിൽ എയ്ഡഡ് സ്കൂളിൽ കുറച്ച് കാലം വർക്ക് ചെയ്യുകയുണ്ടായി, 6 വർഷം. പിന്നീട് PSC കിട്ടി. പിന്നീട് ആദ്യം കിട്ടിയത് ഇവിടെ ആനക്കര ഹൈസ്കൂളിലായിരുന്നു. ആനക്കര ഹൈസ്കൂള് അത് ഇവിടെ നമ്മുടെ ബൗണ്ടറിയാണ്. ഡയറ്റൊക്കെ ഇപ്പൊ അവിടെയാണ്. ഡയറ്റൊക്കെ ആനക്കര ഹൈസ്കൂളിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ എലപ്പുള്ളി ഹൈസ്കൂളിൽ കുറച്ച് കാലം വർക്ക് ചെയ്യുകയുണ്ടായി. പിന്നീട് പുലാപ്പറ്റ ഹൈസ്കൂളിൽ, ഉമ്മനേഴി ഹൈസ്കൂളിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ കാലം ഞാൻ കാരാകുർശി ഹൈസ്കൂളിലായിരുന്നു. ഈ അധ്യാപകന രംഗത്തേക്ക് വരാൻ ഒരു കാരണമുണ്ട്. 1980 ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആ കാലഘട്ടത്തില് അവിടെ കാരാകുർശിയിലെ ദിവാരേട്ടന്റെ നേതൃത്വത്തിലെ ഒരു കോളേജ് ഉണ്ടായിരുന്നു, പാരലൽ കോളേജ്, കമ്പൈൻഡ് കോളേജ്. അതില് ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെയാണ് ഈ അധ്യാപന ഈ രംഗത്തേക്ക്, ടീച്ചിങ്ങിലേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനമുണ്ട്. ദിവാരേട്ടൻ അന്ന് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വളരെ സജീവമായിരുന്നു, അറിയാലോ. അപ്പൊ അങ്ങനെ കമ്പൈൻഡ് കോളേജിലാണ് ആദ്യത്തെ എൻ്റെ ഈ ടീച്ചിങ് തുടങ്ങിയത്. അതൊട്ടും മോശം വന്നിട്ടില്ല, ഇതുവരെയും തുടർന്നു. അതെ, അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്തു. പിന്നെ എൻ്റെ അച്ഛൻ കുളമള്ളി കൃഷ്ണൻ നായർ, അദ്ദേഹത്തിന് ശരിക്കുള്ള വീട്ടുപേര് കുളപ്പറമ്പത്ത് പറമ്പോട്ടിൽ കൃഷ്ണൻ നായർ എന്നാണ്. അദ്ദേഹം
ഇവിടെ അധ്യാപകനായിരുന്നു. കുളക്കാട്ടുകുറിശി LP സ്കൂളിൽ അധ്യാപകനായിരുന്നു. പിന്നെ എൻ്റെ അമ്മ കല്യാണിക്കുട്ടിയമ്മ, അവരുടെ വീട്ടുപേര് മുത്തുതൊടി പുത്തൻകുളം. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം കാരാകുറിശി ഹൈസ്കൂളിൽ 10-20 വർഷക്കാലം അത് LP ആയിരുന്ന കാലഘട്ടത്തിൽ 1 മുതൽ 5 വരെയുള്ള കാലഘട്ടത്തിൽ മങ്ങാട്ട് നാരായണൻ നായർ അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഇത്രയൊക്കെയാണ് എന്നെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള കാര്യം. ഞാൻ എളമ്പലേശ്ശേരിയിലാണ് ഏറ്റവും കൂടുതൽ ജീവിച്ചത്. 56 വയസ്സ് വരെ അവിടെ തന്നെ ആയിരുന്നു. പിന്നീട് അടുത്ത കാലത്ത് 10 വർഷമായിട്ട് ഇവിടെ കേരളശ്ശേരിയിലാണ് താമസം. ഇതിപ്പോ ഇന്ന് വരച്ചതാണ്. ഇത് 5 മിനിറ്റ് വരച്ചതാണ്. ഇത് ഒരു കുത്തിവരയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, അക്കാഡമിക്കായിട്ട് പഠിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ചിത്രം വരച്ചത് എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു, കൃഷ്ണദാസ് മാഷിന്റെ. അതില് ഒരു 10 വർഷക്കാലം ഞാൻ വരയ്ക്കുകയുണ്ടായി. പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, പൂനെയില്. അദ്ദേഹത്തിന്റെ ഒരു മാസിക ഉണ്ടായിരുന്നു, ചലനം എന്ന് പറയുന്ന മാസിക. അതിൽ 3 വർഷം ഞാൻ ഇലസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പല സുഹൃത്തുക്കൾക്കും ഞാൻ ചിത്രങ്ങൾ ബുക്കുകളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് കൃഷ്ണദാസിന്റെ മുത്തൻ കഥകളായിരുന്നു. കാരണം അത് ജീവിച്ചിരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരുടെ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഭാഗ്യം എന്തുകൊണ്ടോ കിട്ടി.